എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ സത്യം കൊണ്ട് അരമുറുക്കാൻ പറഞ്ഞതിന്റെ കാര്യം? പല പ്രാവശ്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജനിച്ചു വീഴുന്നത് സാത്താന്റെ ലോകത്തിലാണ്. ആദ്യ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തം അവർ സാത്താന്റെ അടിമകളായി. സാത്താന്റെ സ്വഭാവം, അവൻ കള്ളനാണെന്ന് പറഞ്ഞു വെച്ചു. അവൻ വരുന്നത് നശിപ്പിക്കാനാണ്, കൊല്ലുവാനാണ്. അന്ന് പർദീസായില് ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ കാണുന്നുണ്ട്, 3-ാം അധ്യായത്തില് ആദ്യത്തെ സ്ത്രീയായ ഹവ്വായിനടുക്കല് അവനൊരു നുണ പറഞ്ഞു. ദൈവം ഈ കനി ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, ആ കനി ഭക്ഷിച്ചാൽ നീ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിശാച് പറഞ്ഞു കൊടുത്തു, നീ മരിക്കത്തില്ല, നേരെ മറിച്ച് നീ അത് ഭക്ഷിച്ചാൽ നീ ദൈവത്തെ പോലെ ആകും. ഈ നുണ സ്വീകരിക്കാൻ ഈ ആദ്യ മാതാപിതാക്കന്മാര് അവരുടെ സ്വതന്ത്ര മനസ്സ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അവിടെ സത്യവും നുണയും ദൈവത്തിന് മുമ്പിൽ നിൽപ്പുണ്ട്. ഈ നുണയൻ പറയുന്നത് സ്വീകരിക്കാം, ദൈവം പറയുന്നത് സ്വീകരിക്കാം. അന്ന് ബോധപൂർവം മനഃപൂർവം ദൈവത്തിൽ അവിശ്വസിച്ചിട്ട് ഈ നുണ അവർ സ്വീകരിച്ചു. ഈ നുണ കേട്ടതുകൊണ്ട് പിശാച്, കള്ളനായ പിശാച്, നുണയനായ പിശാച് അവരുടെ ആത്മാവിന്റെ ജീവനെ നശിപ്പിച്ചു. അവരുടെ ആത്മാവിനെ കൊന്നു. അതായത് ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. മനുഷ്യൻ മരിച്ചവനായി മാറി, ആത്മാവിൽ മരിച്ചവനായി മാറി, ദൈവവുമായിട്ട് വിച്ഛേദിക്കപ്പെട്ടു. അങ്ങനെയുള്ള മാതാപിതാക്കന്മാരുടെ സന്തതികളായിട്ടാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത്. ഇതുകൊണ്ടാണ് യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. ഇവിടെ നിന്നുള്ള രക്ഷയാണ് പ്രിയപ്പെട്ടവരെ രക്ഷ എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല രക്ഷ. ഇവിടെ രക്ഷപ്പെടുന്നവൻ തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോയിരിക്കും. ഇവിടെ രക്ഷപ്പെടാത്തവന് സ്വർഗമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുക. ഏറ്റവും വലിയ സദ്വാർത്ത, സർവ മനുഷ്യർക്കും വേണ്ടിയുള്ള സദ്വാർത്ത. ഇതാ ദൈവം എല്ലാ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈ ദിവസം. ആ ദൈവത്തിന് വേണ്ടി നമ്മൾ നമ്മളുടെ ജീവിതം സമർപ്പിച്ചിട്ടുണ്ടോ? ആ രക്ഷകനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. പുൽക്കൂടുണ്ടാക്കാൻ എളുപ്പമാണ്, ലൈറ്റ് കത്തിക്കാൻ എളുപ്പമാണ്, പടക്കം പൊട്ടിക്കാൻ എളുപ്പമാണ്, നല്ല ഭക്ഷണം കഴിക്കാൻ എളുപ്പമാണ്. ദൈവത്തിന്റെ ജീവനുമായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശു ക്രിസ്തുവിനെ, ആ രക്ഷയെ, ആ രക്ഷകനെ, ആ സത്യത്തെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഇന്നും അവശേഷിക്കുന്നു. ഹല്ലേലൂയ. ആ രക്ഷകനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ രക്ഷകനെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ വചനത്തിലാണ്. കാരണം യേശുവാണ് ദൈവത്തിന്റെ വചനം. ഈ ദൈവത്തിന്റെ വചനം ഞാൻ എപ്രകാരം ഞാൻ സ്വീകരിക്കുന്നു, എപ്രകാരം അത് അനുസരിക്കുന്നു, അതനുസരിച്ചേ എന്നിൽ യേശു ക്രിസ്തു കാണത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിലേ ഇങ്ങനെയുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് അർത്ഥമുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യനെ അന്ധമാക്കുന്നത് ബാഹ്യമായ ആഡംബരങ്ങൾ കൊണ്ട്, ബാഹ്യമായ മനുഷ്യനിർമ്മിതമായ ആരാധനകൾ കൊണ്ട് അവൻ മനുഷ്യനിലേക്ക് നുണ പറഞ്ഞ് ഈ രക്ഷകനായ ദൈവത്തിന്റെ ജീവനായ സത്യം തന്നെയായ യേശുവിനെ അകറ്റി നിർത്തിയിട്ട് ഒരു പുൽക്കൂടുണ്ടാക്കി വെച്ച് അവിടെ യേശു കൊണ്ട് വിചാരിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ നുണ. നമ്മുടെ ഈ ഹൃദയമാകുന്ന ഈ പുൽക്കൂട്ടിൽ യേശു ഉണ്ടോ? ഇതുകൊണ്ടാണ് നിങ്ങൾ സത്യം കൊണ്ട് അരമുറുക്കാൻ പറഞ്ഞത്. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ആണ് അവൻ ഇടപെടുന്നത്. നമ്മളെ കൊണ്ട് വളരെ കാര്യമായിട്ട് യേശുവിനെ ആരാധിക്കാനായിട്ട് ഒരു രൂപത്തിന് മുമ്പിൽ പോയി ആരാധിക്കാനൊക്കെ പ്രേരിപ്പിക്കും. അവനറിയാം ഈ ദൈവത്തിന്റെ വചനമാണ് യേശു. ആ വചനം എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുമില്ല, കേട്ടെങ്കിൽ തന്നെ എനിക്ക് മനസ്സിലായിട്ടുമില്ല, മനസ്സിലായെങ്കിൽ തന്നെ ഞാൻ അനുസരിക്കുന്നുമില്ല. പിന്നെ എവിടെ യേശു? പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരുപാട് നുണ പോകുന്നതായിട്ട് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് സത്യം കൊണ്ട് അരമുറുക്കാൻ പറഞ്ഞതറിയാമോ? ഈ സത്യം എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ആത്മാവിലേക്ക് ഈ സത്യം കടന്നു ചെല്ലും തോറും എന്ത് സംഭവിക്കുന്നറിയാമോ? നുണ താനേ പുറത്തോട്ട് പോകും. ഹല്ലേലൂയ. ഈ നുണയിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണോ? ഒരേ ഒരു മാർഗമേ ഉള്ളൂ, സത്യം കൊണ്ട് നിറയുക.
ഈ സത്യം മാറ്റി വെച്ചാൽ നിന്റെ ജീവിതകാലം മുഴുവൻ നുണയ്ക്ക് പുറത്ത് നുണ, നുണയ്ക്ക് പുറത്ത് നുണ, നുണ 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 നുണ, നുണയം കൊണ്ട് മരിക്കും. ഇതാണ് സത്യം. അതുകൊണ്ടാണ് ഈ സത്യം കൊണ്ട് നിന്റെ അരമുറുക്കാൻ പറഞ്ഞത്. ഈ സത്യം ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. ഒരു സാത്താനും നിന്നെ കളിപ്പിക്കാൻ പറ്റത്തില്ല. ആരെന്ത് നുണയം കൊണ്ട് വന്നാലും. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഉപയോഗിച്ച വാൾ എന്തായിരുന്നു? യേശു, ദൈവമായ യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പം, സാധാരണ ഒരു മനുഷ്യനായിട്ട് കടന്നു വന്നപ്പം, യേശുവിന്റെ അടുക്കലും ഈ നുണയൻ, ഈ കള്ളൻ യേശുവിന്റെ അടുക്കൽ ചെന്നു. പ്രലോഭനങ്ങളായിട്ട് യേശു എന്ത് ചെയ്തു? മുട്ടുപോയി എന്ന് പ്രാർത്ഥിച്ചോ? ഇല്ല. യേശു ആയുധം എടുത്തു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. പോയി. രണ്ടാമത് വന്നു. യേശു പറഞ്ഞു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. ഓടിപ്പോയി. മൂന്നാമത് വന്നപ്പോ പിശാച് പറഞ്ഞു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. അവനും അറിയാം വചനം, നുണയനും അറിയാം വചനം. ഇന്ന് അനേകര് നുണയുടെ വചനം കേട്ട് വീണ്ടും നുണയ്ക്കകത്ത് കുടുങ്ങിക്കിടക്കുക. നുണയുടെ വചനമുണ്ട്, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് നുണയനും പറയും. പക്ഷെ യേശു എന്തെടുത്തു? ഇങ്ങനെയും എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതോടെ സാത്താൻ പിന്മാറി. ഈ ആയുധമുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം പരാജയം. നീ എന്തുമാത്രം പ്രാർത്ഥിച്ചു, എത്ര നേരം മുട്ടുമേ നിന്നു, എന്തുമാത്രം ബലിയർപ്പിച്ചു, എന്തെല്ലാം നന്മകൾ ചെയ്തു, എല്ലാം നല്ല കാര്യം. പക്ഷേ നുണയ്ക്കകത്തായിരിക്കും. ഹല്ലേലൂയ. ഈ നുണ എവിടെയാണ് പിശാച് നമ്മളെ ആക്രമിക്കുക? ദൈവത്തിന്റെ ഛായ സൃഷ്ടിക്കപ്പെട്ട ആത്മീയ മനുഷ്യൻ മരിച്ചു. ദൈവവുമായിട്ട് ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പം അവൻ മരിച്ചു. അപ്പോൾ ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരുന്ന മനുഷ്യന്റെ മനസ്സ്, മനുഷ്യന്റെ ബുദ്ധി ഇന്നും മനുഷ്യനെ ഭരിക്കാൻ തുടങ്ങി. ആദ്യത്തെ മനുഷ്യൻ, ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ആത്മാവുണ്ട്, മനസ്സുണ്ട്, ശരീരമുണ്ട്. ഈ ആത്മാവാണ് ആ മനുഷ്യന്റെ മനസ്സിനെ, ബുദ്ധിയെ, അവന്റെ വികാരങ്ങളെ, അവന്റെ ആഗ്രഹങ്ങളെ ഒക്കെ നിയന്ത്രിച്ചിരുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോയി, ദൈവവുമായിട്ട് ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയി. പിന്നെ അവശേഷിക്കുന്നത് മനുഷ്യന്റെ മനസ്സാണ്, മനുഷ്യന്റെ ബുദ്ധിയാണ്. അവനാണ് പിന്നെ മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. അപ്പൊ പിശാച് എന്ത് ചെയ്തു? അവന്റെ ആ മനസ്സിലോട്ട്, അവന്റെ ആ ബുദ്ധിയിലോട്ട്, അവൻ ജനിച്ചപ്പം മുതല് ഇന്ന് വരെ ഇവിടെ ഇരിക്കുന്ന 85 വയസ്സുകാരൻ ഉണ്ടെങ്കിൽ ആ 85 കൊല്ലവും എൻ്റെ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, 85 കൊല്ലവും നിങ്ങളുടെ മനസ്സിലേക്ക് നുണ കൊണ്ട് നിറച്ചു. ഈ നുണയെല്ലാം കൊണ്ടൊരു വലിയ ഭാരമുണ്ട്. അങ്ങനെയുള്ളവർക്ക് സത്യം കേൾക്കുമ്പം മനസ്സിലാകത്തില്ല. 2 കോരിന്തോസ് 10-ാം അധ്യായത്തില് 2 കോരിന്തോസിന്റെ 10-ാം അധ്യായത്തില് 3-ാമത്തെ വചനം അത് വായിക്കുക. 2 കോരിന്തോസ് 10:3 മുതൽ. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നതിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുന്ന ചിന്തകൾ, അതിനെ തകർക്കാൻ ഉള്ള ആയുധമാണ് പൗലോസ്ലീഹ പറയുന്നത് ദൈവത്തിന്റെ വചനം. ഈ എൻ്റെ മനസ്സില് വർഷങ്ങളായിട്ട് കടന്നു വന്നിരിക്കുന്ന നുണ ദൈവത്തിന്റെ വചനവുമായിട്ട് യാതൊരു വിധത്തിലും ചേർന്ന് പോകാൻ സാധിക്കാത്ത വണ്ണമുള്ള നമ്മളുടെ ജീവിത ശൈലി, നമ്മളുടെ ചിന്താഗതികള്, നമ്മളുടെ ആരാധനക്രമങ്ങള്, നമ്മുടെ തത്വസംഹിതകള്, നമ്മുടെ പാരമ്പര്യങ്ങള് ഈ ദൈവത്തിന്റെ വചനത്തിനെതിരാണെങ്കിൽ അതിനെ തകർക്കാൻ കഴിവുള്ള ശക്തമായ ആയുധമാണ് ദൈവം തന്നെയായ വചനം. ഈ വചനം എൻ്റെ മനസ്സിൽ വന്ന് നിറയുമ്പോൾ ഞാൻ സ്വതന്ത്രനാവും. ഇതുകൊണ്ടാണ് യേശു യോഹന്നാൻ 8:31 പറഞ്ഞത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ.